ഹായ് ഓൾ. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എന്നോട് കുറേ പേര് ഇങ്ങനെ ചോദിച്ചതായിരുന്നു ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിച്ചതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിച്ച രീതി ഒന്ന് കാണിക്കാവേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്ന് രണ്ടല്ല മൂന്ന് പ്രധാനമായിട്ട് ഞാൻ അങ്ങനെ കുറച്ച് ഓൺലൈൻ ബാച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഇംഗ്ലീഷ് ഫോളോ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ എവിടെയും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല കാര്യം. ഒന്നാമത്തെ കാര്യം, ഞാൻ സൈലത്തിൽ ഇംഗ്ലീഷ് കണ്ടു. അപ്പോൾ എനിക്കത് സാറിൻ്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. അപ്പം ഇംഗ്ലീഷിൽ ഒട്ടും ബേസൊക്കെ ഇല്ലാത്തവർക്ക് സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പാടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല. ഇപ്പം 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 8 മാർക്സ് എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അത് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഇന്നത് പഠിച്ചു എന്നുകൊണ്ട് കിട്ടുന്നതല്ല, എങ്ങനെയോ 8 മാർക്സ് ഒക്കെ വെച്ച് കിട്ടുമായിരുന്നു. ഇപ്പോൾ 20-ലാണെങ്കിൽ ഒരു 15-16 റേഞ്ചിൽ അങ്ങനെയായിരുന്നു മാർക്ക്. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു മാർക്കായിരുന്നു കിട്ടും. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലല്ലോ, അപ്പം ഈ ഒരു ടെൻഷനായിരുന്നു. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കും, ഗ്രാമറൊക്കെ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒരു 8 ഒക്കെ കിട്ടുമായിരുന്നു. അല്ലാതെ എങ്ങനെ ഏത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള ഭയങ്കര ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ സൈലം എടുത്തപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടു. പക്ഷെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, എനിക്ക് മാത്സ് ഓൾറെഡി ടഫാണ്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം എനിക്ക് ഒരുപാട് നേരം മാത്സിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇംഗ്ലീഷിനും കൂടി എനിക്ക് ആ ക്ലാസ് ഇപ്പോൾ 1 മണിക്കൂർ ക്ലാസ് ആയിരിക്കും. അപ്പോൾ നോട്ട് എഴുതി തീരുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ 1.5 മണിക്കൂർ എടുക്കും എഴുതി തീരുമ്പോൾ. പിന്നെ അത് പഠിച്ച് പിറ്റേ ദിവസം വീണ്ടും റിവൈസ്. അപ്പോൾ എനിക്ക് വർക്കൗട്ട് ആയില്ല അത്. പക്ഷെ ഞാൻ ആ നോട്ട്സ് ഫുൾ കംപ്ലീറ്റ് ഞാൻ എഴുതി. ഞാൻ അവസാനത്തെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇരുന്ന് എഴുതുമായിരുന്നു. കാരണം എഴുതിയില്ലേ ടെൻഷൻ. ആ സമയത്ത് എങ്ങനെയെങ്കിലും LDC അടിക്കണം. അപ്പം എല്ലായിടത്തും ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു സാറിൻ്റെ ക്ലാസ് സൈറ്റിലെ ക്ലാസ് കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റിയെന്നൊക്കെ. അപ്പം എനിക്ക് ആ ഒരു ടെൻഷൻ, അവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റി, എനിക്ക് പറ്റില്ല എന്നുള്ള ടെൻഷൻ കാരണം എഴുതുമായിരുന്നു ഫുള്ള്. പക്ഷേ എനിക്ക് എക്സാമിന് വേണ്ടിയിട്ട് അത് റിവൈസ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ PYQs ഞാൻ നല്ലോണം ചെയ്യുമായിരുന്നു. ചിലപ്പോൾ ഒരു ദിവസം ഈ 10 മാർക്സിൻ്റെ PYQ കാണും, 20 മാർക്കിൻ്റെ PYQs കാണുമല്ലോ. പണ്ടത്തെ എക്സാമിനൊക്കെ അങ്ങനെയായിരുന്നു. പണ്ടത്തെ എക്സാമിന് 20 മാർക്സിനായിരുന്നു LDCക്കൊക്കെ ഈ ഇംഗ്ലീഷ് വരുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്ത ഒരു ബുക്ക് എന്ന് പറയുന്നത് ലളിതം പബ്ലിക്കേഷൻ്റെ ഈ PYQ ബുക്കായിരുന്നേ. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് മീൻസ് 23 വരെ ഉണ്ടായിരുന്നു. നമുക്ക് എക്സാം 24-ലായിരുന്നല്ലോ. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ചെറിയൊരു ബുക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് 21 വരാമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ബുക്സ് നോക്കിയിട്ടാണ് പഠിച്ചത്. പിന്നെ അതുകൂടാതെ ഞാൻ ഈ ലക്ഷ്യമായിട്ടൊരു PYQ ബുക്ക് എനിക്കുണ്ടായിരുന്നേ. അത് 2003 തൊട്ട് 2020 വരെയുള്ളതാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം അറിയോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം പോലീസിൻ്റെ എക്സാമിന് ചോദിച്ചാൽ 10 PYQ അല്ലെങ്കിൽ 20 PYQ ഒരുമിച്ച് കൊടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിലൊരു ടോപ്പിക് വൈസ് ആയിരുന്നു PYQ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ എന്നൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഈ എന്താ പറയുക 2003 തൊട്ട് 20 വരെ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിൽ തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം 2012 അങ്ങനെ എല്ലാം. അതെനിക്ക് ഭയങ്കര ഏറ്റവും ബാക്കിൽ അതിൻ്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ. അതായത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് തിരിച്ച് വന്ന് ഈ PYQ ചെയ്യുമ്പോൾ അത് സെറ്റാവും. ടോപ്പിക് വൈസുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര, ഞാനത് മാറ്റിയൊക്കെ വെച്ചിരുന്നതാണ് മേടിച്ചിട്ട്. പക്ഷേ ഇത് എനിക്ക് VFAക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, എൻ്റെ LDCക്കും ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്രയും വലിയൊരു ബുക്ക് നിറച്ച്, ഇതിപ്പോൾ മാത്സിൻ്റെ ബുക്കാണ്. ഞാൻ ജസ്റ്റ് ഇതേ കണത്തെ ബുക്കിലായിരുന്നു ഇംഗ്ലീഷും മാത്സും സയൻസും എഴുതി. എനിക്ക് വലിയ ബുക്കാണ്. പല ബുക്കിലാക്കാതിരിക്കാൻ വേണ്ടി ഒറ്റ ബുക്കിൽ നിൽക്കണമെന്നുള്ള ഉദ്ദേശം ഇങ്ങനത്തെ വലിയ പേപ്പർ ഗ്രേഡിൻ്റെ ബുക്കിലാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ അത് ഇത്രയും ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ പഠിച്ചത് യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് രഞ്ജിത്ത് സാറിൻ്റെയൊക്കെ ടിപ്സ്. സാർ എനിക്ക് തോന്നുന്നു ഇങ്ങനെ യൂട്യൂബിൽ 34, ആ സമയത്ത് 34 വീഡിയോസ് ഒക്കെ ഉണ്ട് VFയുടെ സമയത്ത്. അങ്ങനെ ടിപ്സ് എല്ലാം കൂടി സാർ ഇങ്ങനെ പ്ലേലിസ്റ്റിലൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ചിലപ്പം ചില എന്താ പറയുക ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റൂൾ അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ ശരിയാകത്തില്ല. അവിടെ ചില ടിപ്സ് കാണും. അത് അങ്ങനെ സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ എക്സാം സമയമായപ്പം നമുക്ക് ഈ എഴുതിയെടുത്ത നോട്ട്സോ ഒന്നും വായിക്കാനുള്ള നമുക്കറിയില്ല. നമ്മുടെ എക്സാം സമയത്ത് നമ്മൾ ഏത് പഠിക്കണമെന്ന് ഒരുപാട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് പഠിക്കണം, എന്ത് പഠിച്ചാൽ കിട്ടും. ചിലർ പറയാം അത് പഠിക്കും ഇത് പഠിക്കും. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനം ഉണ്ടാവണം. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ശ്രുതി മിസ് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ മിസ് സൈലത്തിലുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ മീറ്റപ്പിന് പോയപ്പോൾ മിസ്സിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മിസ് യൂട്യൂബിൽ കുറേ ഫ്രീ ക്ലാസ് കൊടുക്കും. മിസ്സിൻ്റെ പെയ്ഡ് ക്ലാസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പെയ്ഡല്ല എടുത്തത്, യൂട്യൂബിൽ പോയിട്ട് കണ്ടു. അപ്പോൾ യൂട്യൂബിലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് എല്ലാത്തിൻ്റെയും ഇങ്ങനെ പ്ലേ ലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല വൊക്കാബുലറി ഞാൻ മിസ്സിൻ്റെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ മിസ്സിൻ്റെ വീഡിയോയിൽ സിനോണിംസ്, നമുക്ക് സിനോണിംസ് ആൻറ്റോണിംസ് ഒക്കെ പഠിക്കുന്നവർ കാണും. ഞാൻ പഠിച്ചത് മിസ്സിൻ്റെ വീഡിയോയിൽ മിസ്
എനിക്കൊരു 2.5 മണിക്കൂറൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട് മിസ്സിൽ സിനോണിംസ്. അത് മിസ് കോഡ് വെച്ചിട്ടാണ് പറയുന്നത്. എല്ലാത്തിനും ഇല്ല, ചിലതിനൊക്കെ കോഡ് കാണത്തില്ല. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ 2.5 മണിക്കൂർ എങ്ങനെ പഠിക്കുമെന്ന്. അപ്പം നിങ്ങൾക്ക് ഇനി ഒരു 9 മാസമുണ്ട്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 7 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്, ആ 7 മിനിറ്റേ കൊണ്ട് നമുക്കൊരു 3 വേർഡ്സെങ്കിലും കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഒരു 4 വേർഡ്സ് കിട്ടും. അത് മിസ് കോഡുമായിട്ട് ഒരു പ്രത്യേക ഒരു ബുക്ക് വെച്ചിട്ട് അതിനകത്ത് എഴുതി അങ്ങനെ പഠിച്ചു. പിന്നെ മിസ് യങ് വൺസ് അതെല്ലാം മിസ് കോഡ് വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ്സ് പഠിപ്പിക്കുന്നില്ല, അല്ലാതെ യങ് വൺസ് അങ്ങനെ അതൊക്കെ നല്ല സെറ്റ് ആവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടർ സ്പീച്ച്, പാസീവ് ആക്റ്റീവ്, ആ സാധനങ്ങളൊക്കെ ഞാൻ റൂൾ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം സമയത്താകുമ്പോഴത്തേക്ക് ഇത് എല്ലാം കൂടി എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പം ഞാൻ അതും മിസ്സിൻ്റെ റിപ്പോർട്ടർ സ്പീച്ചും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ വെച്ചിട്ട് എനിക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുമായിരുന്നു. പെർഫെക്റ്റായിട്ട് അറിയും എന്നല്ല, ഇപ്പോൾ ഒട്ടും ഇംഗ്ലീഷൊക്കെ പറ്റാത്തവർക്ക് ഈ മിസ്സിൻ്റെ പറഞ്ഞ ടിപ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ആൻസർ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലോട്ട് എത്താൻ പറ്റും. അങ്ങനെയാണ് ഞാൻ അവസാന നിമിഷം ഇംഗ്ലീഷ് പഠിച്ചത്. അല്ലാതെ എനിക്ക് ഫുൾ അങ്ങോട്ട് പഠിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ പഠിച്ചേ. അപ്പം ഇംഗ്ലീഷിൻ്റെ പ്രധാനമായിട്ടും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബുക്കും പിന്നെ ശ്രുതി മിസ്സിൻ്റെ ക്ലാസ്, രഞ്ജിത് സാറിൻ്റെ ടിപ്സ്, പിന്നെ സൈലത്തിൻ്റെ നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കങ്ങോട്ട് അത്രയും പഠിച്ചെടുക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മാത്സിന് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് മാത്സിനും കറണ്ട് അഫയേഴ്സിനും ഞാൻ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ സയൻസൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സയൻസ് പഠിച്ചവർക്കുള്ള ഒരു ഗുണം, അവർക്ക് സയൻസ് കിട്ടും, മാത്സ് കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ അതായിരുന്നു ഏറ്റവും പാട്. അപ്പം എനിക്ക് അതും കൂടി അറിയാമായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഇതിന് ഒത്തിരി സമയം എനിക്ക് പഠിക്കേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഞാൻ കൂടുതലും പറഞ്ഞ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. പിന്നെ PYQ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. PYQ ഞാൻ വൊക്കാബ് സ്റ്റുഡിയോയിൽ എല്ലാ ദിവസവും 1:15 PYQ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ടൈം വെച്ചിട്ടൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കണം. OMR വെച്ച് ബബിൾ ചെയ്ത് ശീലിക്കണം. എനിക്ക് പിന്നെ ഞാൻ അത്രയും സമയം എടുക്കുന്നത്, ഞാൻ ടിക്ക് മാത്രമേ ഇന്നേ വരെ ഞാൻ ബബിൾ ചെയ്ത് പഠിച്ച ഉള്ള കാര്യം പറയാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. എനിക്ക് വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത്. കാരണം നമ്മൾ ആ ബബിൾ ചെയ്ത് ശീലിക്കണം. അപ്പം നമുക്ക് എക്സാം ഹോളിൽ ടെൻഷൻ ഇല്ലാതെ ബബിൾ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യുന്നറിയും, ആ OMR ഷീറ്റ് എടുത്തിട്ട് അവിടെ ടിക്ക് ചെയ്യും. 1 2 ടിക്ക് ചെയ്തു. അപ്പോൾ എനിക്കത് എക്സാം ഹോൾ, ഇപ്പോൾ LDSയുടെ എക്സാമിന് ചെന്നിട്ടാണെങ്കിലും എനിക്ക് എത്ര എണ്ണം അറ്റൻഡ് ചെയ്യുന്ന ഓർമ്മയില്ലെങ്കിൽ 73 പോയിന്റ് ആണ് മാർക്ക്, 66 ആണ് മാർക്ക്. പക്ഷേ മേ ബി എൻ്റെ മാർക്ക് പിന്നെയും കൂടിയാണ് ഞാൻ ബബിൾ ചെയ്ത് ശീലിച്ചിരുന്നെങ്കിൽ. കാരണം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് സമയം ചോദിക്കാം, പക്ഷെ ബെല്ലും ഒക്കെ അടിക്കും, നമുക്ക് അതൊന്നും നിൽക്കത്തില്ല മനസ്സിൽ, ഏത് ബെല്ലാന്നൊക്കെയുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു സൈഡ് ചെന്നിട്ട് എനിക്ക് ഫുൾ ചെയ്തിട്ട് പിന്നെ കുറച്ച് എനിക്ക് രണ്ടാമത് റൗണ്ട് നമ്മൾ നോക്കുമല്ലോ, ഞാൻ ആദ്യത്തെ തവണ ചെയ്തു. രണ്ടാമത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, രണ്ടാമത് നോക്കും, നമ്മൾ മൂന്നാമത് നോക്കും. രണ്ടാമത് ഒരു തവണ ചെയ്തു, പിന്നെ മൂന്നാമത് നോക്കാൻ പോയില്ല ഞാൻ. അപ്പോൾ വേണമെങ്കിൽ മൂന്നാമത് നോക്കിയത് ഞാൻ ആലോചിച്ച ആൻസറൊക്കെ ശരിയായിരുന്നു. പക്ഷെ ഇത്രയും കൂടെ സമയം കിട്ടി ഞാൻ ബബിൾ ചെയ്തേനെ. പക്ഷേ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണെന്നറിയും, ഞാൻ വീട്ടിൽ നേരത്തെ ബബിൾ ചെയ്ത് ശീലിച്ചില്ല. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഡൗട്ടായിപ്പോയി, ഇത്രയും ബബിൾ ചെയ്താൽ മതിയോ. അപ്പം ഞാൻ എന്ത് ചെയ്തറിയോ, വീണ്ടും പോയി ബബിൾ ചെയ്തതിൻ്റെ പുറത്ത് ഇടയ്ക്ക് വെള്ള സ്പോട്ട് കാണുമല്ലോ, അവിടെയൊക്കെ പോയി വീണ്ടും ബബിൾ ചെയ്തു. അങ്ങനെ എൻ്റെ കുറേ സമയം പോയി. അപ്പോഴത്തേക്ക് ബെല്ലടിച്ച് ഇത് OMR ഷീറ്റ് കൊടുക്കേണ്ട ഇത് വന്നു. പക്ഷേ ഒരുപക്ഷെ വീട്ടിൽ ഇരുന്ന് ഞാൻ ബബിൾ ചെയ്ത് ശീലിച്ചു വരുന്നെങ്കിൽ എൻ്റെ റാങ്ക് കുറച്ചും കൂടി, അവിടെ ചെന്ന് എനിക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റിയാൽ ഞാൻ കുറച്ചുകൂടി മുകളിലോട്ട് പോയേനെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഒരു PYQ ചെയ്യുക. ആ PYQ ചെയ്യുമ്പോൾ ബബിൾ ചെയ്ത് തന്നെ ശീലിക്കുക. ആ സമയത്തിൽ ബബിൾ ചെയ്ത് ശീലിക്കുക. മനസ്സിലായോ? അപ്പം അങ്ങനെ പിന്നെ എനിക്ക് ഞാൻ PYQൻ്റെ ബുക്കിൻ്റെ കാര്യം പറയാം. പിന്നെ വൊക്കാബ് സ്പീഡിക്കാർ ഇപ്പോൾ ഒരു ടോപ്പിക് വൈസ് ബുക്കിൻ്റെ ഇറക്കിയിട്ട് ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള ബുക്ക്. കാരണം ഞങ്ങൾക്ക് എക്സാം സമയത്ത് അവർ ആ സമയത്ത് ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവരെന്ത് ചെയ്യും, അവർ ഒരുപാട് അവർ കഷ്ടപ്പെട്ടാണ് കേട്ടോ ബാച്ച് എടുക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ PYQ ഓരോ ടോപ്പിക് വൈസ്, മനസ്സിലായി, സുപ്രധാന നിയമമാണെങ്കിൽ സുപ്രധാന നിയമത്തിൽ വന്ന PYQ ഓരോ ടോപ്പിക്കിൻ്റെ ഇങ്ങനെ ആക്കി നമുക്ക് PDF ആയിട്ട് തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഞാൻ PYQs അങ്ങനെ നോക്കുമായിരുന്നു. അതുകൂടാതെ PYQ എഴുതുമായിരുന്നു. അതുകൂടാതെ മോക്ക് ടെസ്റ്റ് എഴുതുമായിരുന്നു. മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞു, പിന്നെയാണ് എനിക്കത് പഴയ വീഡിയോസ് കാണാത്തവരാണ് ചോദിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഞാൻ പറയാം, ഞാൻ മോക്ക് ടെസ്റ്റ് എൻട്രിയുടെ എഴുതുന്നുണ്ടായിരുന്നേ, അതെല്ലാ ദിവസവും എഴുതുമായിരുന്നു. പിന്നെ നമ്മൾ വലിയ കാര്യങ്ങൾ, ഇപ്പോൾ LDCക്കൊക്കെയാണ് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കുമായിരുന്നല്ലോ. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ബേസ് ഓട്ടോമാറ്റിക്കായി നമ്മുടെ കയ്യിൽ നിന്ന് പോകും, എൻ്റെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ PSCയുടെ തന്നെ ഈ ലാൽ അക്കാഡമി ഇവരുടെ ഒരു PYQ ബുക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് പഠിക്കേണ്ടത് മാത്രം 2000 മുതൽ 2021 വരെയുള്ള PYQ.
അതും ഞങ്ങൾക്ക് ടോപ്പിക് വൈസ് ഒത്തിരി സെറ്റായിട്ട് മനുഷ്യ ശരീരം, പഞ്ചേന്ദ്രിയങ്ങൾ, ബയോളജി അങ്ങനെ. അപ്പം ഇത് ഞാൻ ചെയ്യുമായിരുന്നു. ചെയ്യാനുള്ള കാര്യം എന്താ പറയുക, ഇതിനകത്ത് അതായത് ഞാൻ പറയില്ല 2000 തൊട്ട്. അപ്പം നമ്മുടെ LGSൻ്റെ ഒക്കെ എക്സാം, LDSൻ്റെ എക്സാമിനും ആണെങ്കിൽ ഇപ്പോൾ കോട്ടയത്തൊക്കെ കുറച്ച് ലിബറലായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഈ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുറേ കുഞ്ഞു ക്വസ്റ്റ്യൻ്റെ ആൻസർ അത് നിങ്ങൾ PVQ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ചിലപ്പം വല്ല കട്ടി ക്വസ്റ്റ്യങ്ങൾ ചെയ്യും, പക്ഷേ കുഞ്ഞ് സിമ്പിളായിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മിക്സഡായിട്ട് പഠിക്കണം. ഇങ്ങനെ ഒന്നിനും എല്ലാത്തിനും ഈക്വലായിട്ട് കൊടുക്കണം, അല്ലാതെ നമ്മൾ എല്ലാം റെയർ തപ്പി പോകരുത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ, പക്ഷേ ഇതിനകത്തുണ്ടല്ലോ, ഇതിനകത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാവുള്ളൂ. നിങ്ങൾ ഒന്നെങ്കിലും ഒരുവിധം ആയിട്ട് മാത്രമേ ഇത് പഠിക്കാൻ തുടങ്ങാവുള്ളൂ. കാരണം ഇതിനകത്ത് കുറച്ച് തെറ്റുകൾ ഞാൻ കണ്ടു. ഇത് നോക്കിയ മിക്കവർക്കും അറിയാം. എനിക്ക് കുറച്ച് ആൻസേഴ്സൊക്കെ ചില പേജുകളിൽ വല്ല ഒരു മൈന്യൂട്ടായിട്ടൊക്കെ ചില ഓപ്ഷനൊക്കെ മാറി കൊടുത്തേക്കുമായിരിക്കും ആൾക്കാർ ഇവർ. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരുവിധം പഠിച്ച് കുറച്ചായെങ്കിൽ മാത്രം തെറ്റാണ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഫുള്ള് തെറ്റുന്നല്ല, ഇടയ്ക്ക് ഏത് റാങ്ക് ഫെയർ എടുത്താലും അതിനകത്ത് കുറച്ച് തെറ്റുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തും കുറച്ച് തെറ്റ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇത്രയാണ് ഞാൻ PYQ പഠിച്ച രീതി. PYQ ഒക്കെ എല്ലാ ദിവസവും ചെയ്യും. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ല, എല്ലാ ദിവസവും ചെയ്യും. അത് കൂടാതെ ഈ വൊക്കാബ് സ്പീഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് മാർക്കുള്ളവർക്ക് പോയി മെസ്സേജ് അയച്ചിട്ട് അവരെങ്ങനെയാണ് പഠിക്കുന്നത്. അതായത് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ടെൻഷൻ അടിക്കാതെ പഠിക്കാൻ പറഞ്ഞാലും നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ പഠിക്കുവാണോ നമുക്ക് ടെൻഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ ഇപ്പോൾ എന്നോട് ഹസ്ബൻഡ് എന്നോട് പറയാറുണ്ട്, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുക. റിസൾട്ട് എന്തോ ആവട്ടെ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. പിന്നെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ആക്കാൻ നോക്കുക. ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു അതിനേക്കാൾ കുറച്ചും കൂടി കൂട്ടാൻ നോക്കുക നാളെ. അല്ലാതെ മറ്റുള്ളവരുടെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അങ്ങനെ മാർക്ക് ചോദിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അത് ഞാൻ പറയുന്നതല്ല, ഈ ചോദിച്ചപ്പോൾ ഇവരെയും കാട്ടി എപ്പോഴും ഒരു 5 മാർക്ക് ഒക്കെ വ്യത്യാസം എനിക്ക് വരാറുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ വിഷമിച്ചിരുന്നിട്ടുണ്ടെയോ അവരുടെ അത്ര എത്തുന്നില്ല. എപ്പോഴും ഞാൻ അതായിരുന്നു എൻ്റെ ഒരു ബെഞ്ച് മാർക്ക്. അവരുടെ അത്ര എത്തുന്നില്ലല്ലോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ വിഷമിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് എഫേർട്ട് ഞാൻ ഇട്ടു, പക്ഷെ അത് ഞാൻ കാണുന്നില്ലായിരുന്നു. പക്ഷെ അവർക്ക് അത്രയും മാർക്ക് കിട്ടിയല്ലോ, എനിക്ക് കുറച്ച് കോമ്പറ്റീഷൻ സ്പിരിറ്റൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അത്രയും മാർക്ക് കിട്ടിയല്ലോ, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ നമ്മൾ ഒരിക്കലും അതൊന്നും ചിന്തിക്കരുത്. നമുക്ക് ഇടാൻ പറ്റുന്ന എഫേർട്ട് മാക്സിമം ഇട്ട് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടാൻ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. എനിക്ക് കിട്ടുകയാണെങ്കിൽ PSC പഠിക്കുന്നതിന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിയോ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിയുള്ളവർക്കൊന്നും അല്ല PSC ഇടും. നമ്മൾ വീണ്ടും വായിക്കുക, വായിച്ച് റിവിഷൻ നടത്തി പിന്നെ എക്സാം ഹോളിൽ നിങ്ങളുടെ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ചെയ്താൽ മാത്രം മതി PSC കിട്ടുക. അല്ലാതെ ഒരുപാട് ബുദ്ധി ഉണ്ടെങ്കിലോ എന്താ പറയുക 10ലും +2നും ഫുൾ A+ മേടിച്ചവർക്കൊന്നും അല്ല PSC കിട്ടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട് ഇട്ട് കഷ്ടപ്പെടാനും അത് റിവേഴ്സ് ചെയ്യാനൊക്കെ ഉള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും PSC കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു ബുക്കുണ്ടേ, ഇത് മാത്സിൻ്റെ. ഞാൻ ഈ PSCയുടെ ഇത് ലക്ഷ്യമുണ്ട്, ടാലൻറ്റും ഉണ്ടായിരുന്നേ. അപ്പം ജെറിൻ സാറിൻ്റെ ഇത് കൂടാതെ ഒരു PYQ ബുക്കാണ് മാത്സിൻ്റെ, ഇതും ചെയ്യുമായിരുന്നേ. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അപ്പം അതത്രയും നോക്കുമായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കറണ്ട് അഫയേഴ്സ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാ ദിവസവും എഴുതണമെന്ന്. പക്ഷേ ഞാൻ 1-ാം തീയതി എഴുതി കഴിഞ്ഞാൽ 2-ാം തീയതി എഴുതിയെന്ന് വെച്ചോ, 3 ഞാൻ വിട്ടുപോകും. 4 ബാക്കിയെല്ലാം പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ക്ഷീണമാവും, എഴുതാനുള്ള മടി കാരണം എഴുതത്തില്ല. പിന്നെ അടുത്ത മാസം 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരിക്കലും അത് കംപ്ലീറ്റ് ആക്കി എഴുതുക, ഈ റാങ്ക് ഹോൾഡേഴ്സൊക്കെ പറയുന്ന കണക്ക് എല്ലാ ദിവസത്തെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെയ്തത്, ഞാൻ വൊക്കാബ് സ്പീഡിയുടെ ആ ടോപ്പിക്കിനകത്ത് ഒരു കറണ്ട് അഫയേഴ്സ് ഭയങ്കര നല്ല രീതിയിൽ കൊടുക്കുമായിരുന്നു. പിന്നെ അതിൽ നമുക്കറിയാം PSCയുടെ ഒരു ട്രെൻഡ് നമുക്കറിയാം. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാൻ എല്ലാ പുള്ളി വിടാതെ പഠിച്ചൊന്നുമില്ല, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻട്രിയുടെ കറണ്ട് അഫയേഴ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് എവിടെ നിന്ന് കിട്ടിയാലും നോക്കുമായിരുന്നു. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കറണ്ട് അഫയേഴ്സ് എഴുതുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കാണുമ്പോൾ ഞാൻ എഴുതത്തില്ല, അതൊക്കെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിൽ ആലോചിക്കും, ഇപ്പം ഏത് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ അവർ ഒരിക്കലും കോഴ്സ് നടത്തുന്നവർ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും, ദൈവമേ ചിലപ്പോൾ അവർക്ക് ആ ക്വസ്റ്റ്യൻ എഴുതണ്ടെന്ന് തോന്നി അവരെഴുതിയില്ലെങ്കിലോ, അതുകൊണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ മിസ്സായി പോകത്തില്ലേ എന്നൊക്കെ ഞാൻ സ്വയം ചിന്തിച്ചിട്ട് ഞാൻ എവിടെയൊക്കെ കറണ്ട് അഫയേഴ്സ് കിട്ടുമോ ആ കറണ്ട് അഫയേഴ്സ് ഒക്കെ പോയി കാണുമായിരുന്നു. അതിൽ നോക്കാത്തത് എല്ലാവരും പറഞ്ഞ പത്രവാർത്ത നല്ല ചാനലാണ്, പക്ഷേ എനിക്ക് നോട്ട്സ് എഴുതി പഠിക്കാനുള്ള സമയം ഒട്ടുമില്ല. അതുകൊണ്ട് പത്രവാർത്ത പോയിട്ട് ഞാൻ കാണത്തില്ലായിരുന്നു. എല്ലാവരും പത്രവാർത്ത നല്ലതാണ്, ഞാൻ നോക്കിയിട്ടുമുണ്ട്. പക്ഷേ അതെനിക്ക് എഴുതാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പത്രവാർത്ത നോക്കിയില്ല. നല്ലതായിരുന്നേ. പിന്നെ ഞാൻ പ്രധാനമായിട്ട് എൻട്രിയും വൊക്കാബ്സും പിന്നെ VFAക്ക് പഠിക്കുന്ന സമയത്ത് യൂട്യൂബിൽ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിനകത്ത് നമ്മുടെ നൊബേൽ പ്രൈസ് അങ്ങനെ ടോപ്പിക് ഈ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞാൻ യൂട്യൂബിൽ പോയി പഠിച്ചു. കോഡൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ അത് കൂടാതെ ഈ ലക്ഷ്യയുടെ ടാലൻ്റ് ഏതെങ്കിലും ബുക്ക് ഞാൻ മേടിക്കുമായിരുന്നു.
കാരണം ആ ബുക്കിനകത്തൊക്കെ ഈ ടോപ്പിക് ബേസ് ഉള്ള കാര്യങ്ങൾ, ഈ നോബൽ, പിന്നെന്താ പറയുക ഓസ്കാർ, അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കിട്ടുമല്ലോ, ഒറ്റയടിക്ക് നമുക്ക് കിട്ടും, അല്ലെ നമ്മൾ എഴുതണ്ടേ. അതുകൊണ്ടായിരുന്നു ആ ബുക്കൊക്കെ മേടിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ സാധനങ്ങൾ ഇത്രയാണ് ഞാൻ. പിന്നെ കറണ്ട് അഫയേഴ്സ് ഇത്രയേ ഉള്ളൂ കറണ്ട് അഫയേഴ്സ് ഞാൻ നോക്കിയത്. ആ ഹർഷിതത്തിൻ്റെ കറണ്ട് അഫയേഴ്സ് മിസ് യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലാസ് ഇടുമായിരുന്നു കറണ്ട് അഫയേഴ്സിൻ്റെ. അപ്പം കറണ്ട് അഫയേഴ്സ് മാക്സിമം ഞാൻ നോക്കുക. കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് എവിടെയും പോവല്ലെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് ഒരു ഇത് എനിക്ക് കിട്ടി കറണ്ട് അഫയേഴ്സ്. പിന്നെ ഗസ്റ്റ് ചെയ്ത ഒരു കറണ്ട് അഫെയർ ഒക്കെ എനിക്ക് ശരിയായിരുന്നു. ഞാൻ കോട്ടയത്ത് ഒരു ബുക്കിൻ്റെ പേര് ചോദിച്ചു, ഓർമ്മയില്ല. അത് ഞാനൊക്കെ എവിടെയോ വായിച്ച ഒരു ഓർമ്മയിൽ എന്തോ ഒരു ഓർമ്മയിലൊക്കെ എഴുതി, അതൊക്കെ ഇങ്ങ് കറക്റ്റായി. അപ്പം അങ്ങനെ ഇത്രയായിരുന്നു ഞാൻ പഠിച്ചത്. ഇനി എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇടാം കേട്ടോ. താങ്ക്